പുഷ്കു റെഡി സാർ. ഡമ്മിയുടെ പണി എവിടം വരെയായി? സാർ ഡമ്മിയുടെ ബോഡി റെഡിയാണ്. ഇനി മർമ്മപ്രധാനമായ ചില അവയവങ്ങൾ കൂടെ ഫിക്സ് ചെയ്താൽ മതി. വൃത്തിയോട് പറയുന്നു. എന്താ സാർ കണ്ണും മൂക്കും ഫിക്സ് ചെയ്യുന്ന വൃത്തിയേടാണോ? ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ സാറിന് എപ്പോഴും ആ ചിന്തയല്ലേ ഉള്ളൂ. സാറേ ഈ പിന്നെ ആ 4 പെൺകുട്ടികളുടെ ഡമ്മി ഉണ്ടാക്കണോ? അതെന്തിന്? എന്താവശ്യത്തിന്? അല്ല ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ എല്ലാ അളവ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. താൻ എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആവശ്യമില്ലേ? എങ്കിൽ ഇപ്പൊ തന്നെ അളവ് തിരിച്ചു കൊടുത്തിട്ട് വരാം. താൻ ഇങ്ങനെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ അന്വേഷണം തൊലയ്ക്കും. സാർ അത് മാത്രം പറയരുത്. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈ മോതിര കേസ് തെളിയിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു സാർ. എന്താണ് ഇത് കണ്ടോ? ഇതെന്താണ്? ഇതാണ് മോതിരത്തിന്റെ ഡമ്മി. എന്തിനാണിത്? സാർ ഈ സരോജ് കുമാർ വന്ന ദിവസം എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോഴായിരിക്കണം ഈ മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മോതിരം ഊരിയെടുത്തയാൾ രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്തതുകൊണ്ട് അത് വിഴുങ്ങിയിട്ടുണ്ടാവണം. ഇന്ന് നമ്മൾ എല്ലാവരോടും ഈ മോതിരം വിഴുങ്ങാൻ ആവശ്യപ്പെടുന്നു. ആരാണോ ഈസി ആയിട്ട് വിഴുങ്ങുന്നത് അയാളായിരിക്കും മോതിരം മോഷ്ടിച്ചിട്ടുണ്ടാവുക. എങ്ങനെയുണ്ട് സാർ എന്റെ ബ്രെയിൻ? തനിഞ്ഞു വന്ന് എന്നെ അകത്താക്കി അടങ്ങുമല്ലേ? എടോ വജ്ര മോതിരം വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ആള് മരിക്കില്ലേ? അതെനിക്കൊരു പുതിയ അറിവാണ് സാർ. സോറി സാർ. സാർ ഈ ഡമ്മി മോതിരം വിഴുങ്ങുന്നോണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ആ റിഹേഴ്സൽ നോക്കാൻ നേരത്തെ ഇന്നലെ ഞാൻ ഒരെണ്ണം വിഴുങ്ങി. താൻ എന്തൊക്കെയാണോ ഈ ചെയ്യുന്നത്? എന്നിട്ട് കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല സാർ. താൻ മിസ്റ്റർ കുറുപ്പിനെ വിളിക്കും. ഇയാളൊക്കെ CBI എടുത്തവരാണ് അടിക്കാൻ. സാർ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നു സാർ. ഒളിച്ചു അപ്പൊ ആളെ പിടികിട്ടിയല്ലേ? ഞാൻ നിരപരാധിയാണ് സാർ. പിന്നെന്തിനാണ് ഇവിടെ ഒളിച്ചു നിന്നത്? അത് നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ കേട്ടു. അത് നമ്മുടെ മാർഗമല്ല സാർ. ചൊറിയുന്ന വർത്തമാനമല്ലേ പറയുന്നത്? കുറുപ്പിനോട് മാറിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ്? അത് ഈ കഷണ്ടി മാറാനുള്ള എണ്ണ ഉണ്ടാക്കുക സാർ. അതിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. എത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ട് ഒരു വർഷം? ഏകദേശം ഒരു 5 കോടി രൂപയുടെ വരും. ഈ എണ്ണ അത്ര എഫക്റ്റീവ് ആണ്? ഒയ്യോ സാറേ എന്താ സംശയം? എന്റെ എണ്ണ തലയിലോട്ട് തേച്ച് കഴിഞ്ഞാല് തലയെ മാത്രമല്ല ശരീരം മുഴുവൻ രോഗം വരും. എന്നിട്ട് തന്റെ കഷണ്ടി എന്തോ മാറാത്തത്? അതെ ഈ ബിസിനസിന്റെ തിരക്കിനിടയില് എണ്ണ തേക്കാൻ സമയം കിട്ടുന്നില്ല സാർ. ഓക്കെ മിസ്സസ് കുറുപ്പിനെ വിളിക്കൂ. മിസ്റ്റർ കുറുപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തോട്ടക്കാരനും ഡ്രൈവറും ഇവിടെ എന്നാണ് വന്നത്? 6 മാസമായി. ഞെട്ടിക്കുന്ന ഒരു സത്യം പറയാം. നിങ്ങളുടെ തോട്ടക്കാരൻ തോട്ടക്കാരനുമല്ല, ഡ്രൈവർ ഡ്രൈവറുമല്ല. You can go. Come on, Mrs. Kurup. Come on. That side. Here, please. Stop. Mrs. Kurup, തോട്ടക്കാരനെയും ഡ്രൈവറെയും വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ലേ? അയ്യോ, സത്യം പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ശിക്ഷയിൽ ഇളവ് വരും. അല്ലെങ്കിൽ കമോൺ പറയൂ. അല്ല സാർ, കുറുപ്പിയേട്ടൻ അല്പം വീക്ക്നെസ് ഉള്ള ആളാണേ. എന്ത് വീക്ക്നെസ് എന്ന് വെച്ചാൽ അപ്പോ ഞാൻ ഈ ഷോപ്പിങ്ങിനും പുറത്തൊക്കെ പോകുമ്പോ പുള്ളിയെ വാച്ച് ചെയ്യാൻ ആളില്ലെങ്കിൽ പ്രശ്നം. എന്ത് പ്രശ്നം എന്ന് വെച്ചാ ഇവിടെ ആ പാചകക്കാരി ഗ്ലോറി ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ടെന്താ കുഴപ്പം? അതുകൊണ്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് അടുക്കള ജോലിക്കാരികളോട് കൂടെ കൂടുതൽ ഇഷ്ടം. അത് കുറുപ്പ് അത്രക്കാരനാണോ എന്ന് ചോദിച്ചാ കല്യാണത്തിന് മുമ്പ് ഞാനും ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയായിരുന്നു. അപ്പൊ കുറുപ്പിന് ജോലിക്കാരി മാനിയുള്ള ആളാണ് സാർ. നിങ്ങളുടെ അതിബുദ്ധി ഒരു വലിയ വിനയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ തോട്ടക്കാരനും ഡ്രൈവറും നിങ്ങളുടെ 2 പെൺകുട്ടികളുമായിട്ട് പ്രേമമാണ്. ദൈവമേ, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. അവർ ലവ് ആരംഭിച്ചു കഴിഞ്ഞു. You can go. ആവശ്യപ്പെടുമ്പോ you have to be present here. You can go. പുഷ്കു സാർ, പാട്ടുകാരെയും നമ്മൾ വെറുതെ വിടണ്ട. അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറണം. സാർ പാട്ടുകാരുടെ കൂടെ ഞാൻ നുഴഞ്ഞു കയറിക്കൊള്ളാം സാർ. ഓക്കെ ഓക്കെ സാർ. മ്യൂസിക്.